ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. യോഹന്നാൻ 11-12 അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. വീഡിയോ കണ്ടതിനു ശേഷം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ 9287400403 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ലാസറിന്റെ ഗ്രാമമായ ബെഥാനിയ ജെറൂസലേമിന് എത്ര അകലെയായിരുന്നു? ഓപ്ഷനുകൾ: എ 10 സ്താദിയോൺ, ബി 20 സ്താദിയോൺ, സി 15 സ്താദിയോൺ, ഡി 5 സ്താദിയോൺ. ശരിയായ ഉത്തരം സി 15 സ്താദിയോൺ. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ യേശുവിനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞതാര്? ഓപ്ഷനുകൾ: എ പീലിപ്പോസ്, ബി പത്രോസ്, സി അന്ത്രയോസ്, ഡി ദീദിമോസ് എന്ന തോമസ്. ശരിയായ ഉത്തരം ഡി ദീദിമോസ് എന്ന തോമസ്. വാക്യമുദ്ധരിക്കുക. യോഹന്നാൻ 11:35. ഓപ്ഷനുകൾ: എ യേശു പ്രാർത്ഥിച്ചു, ബി യേശു കണ്ണീർ പൊഴിച്ചു, സി യേശു ചിരിച്ചു, ഡി യേശു നടന്നു. ശരിയായ ഉത്തരം ബി യേശു കണ്ണീർ പൊഴിച്ചു. ലാസറിനെ അടക്കിയിരുന്ന ഗുഹയുടെ മേൽ എന്താണ് വെച്ചിരുന്നത്? ഓപ്ഷനുകൾ: എ ഇരുമ്പു കവാടം, ബി ഒന്നുമില്ലായിരുന്നു, സി ഒരു കല്ല്, ഡി മരക്കഷ്ണം. ശരിയായ ഉത്തരം സി ഒരു കല്ല്. ലാസറിന്റെ അസുഖത്തെക്കുറിച്ച് കേട്ടപ്പോൾ യേശു എത്ര ദിവസം കൂടി താമസിച്ചെടുത്ത് തന്നെ ചിലവഴിച്ചു? ഓപ്ഷനുകൾ: എ 5 ദിവസം, ബി 3 ദിവസം, സി 2 ദിവസം, ഡി 1 ദിവസം. ശരിയായ ഉത്തരം സി 2 ദിവസം. ലാസറിനെ സംസ്കരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് യേശു അവിടെ എത്തിയത്? ഓപ്ഷനുകൾ: എ 4 ദിവസം, ബി 5 ദിവസം, സി 3 ദിവസം, ഡി 2 ദിവസം. ശരിയായ ഉത്തരം എ 4 ദിവസം. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നു പറയാൻ യേശുവിന്റെ അടുക്കലേക്ക് ആളയച്ചതാര്? ഓപ്ഷനുകൾ: എ മർത്ത, ബി മറിയം, സി ശിഷ്യന്മാർ, ഡി ലാസറിന്റെ സഹോദരിമാർ. ശരിയായ ഉത്തരം ഡി ലാസറിന്റെ സഹോദരിമാർ. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പീലിപ്പോസിനോട് അറിയിച്ചവർ ആരായിരുന്നു? ഓപ്ഷനുകൾ: എ സമരിയാക്കാർ, ബി യഹൂദർ, സി ഗ്രീക്കുകാർ, ഡി റോമാക്കാർ. ശരിയായ ഉത്തരം സി ഗ്രീക്കുകാർ. ലാസറെ പുറത്തുവരിക എന്ന് യേശു എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്? ഓപ്ഷനുകൾ: ഉച്ചത്തിൽ, ബി പാടിക്കൊണ്ട്, സി രഹസ്യമായി, ഡി സാവധാനം. ശരിയായ ഉത്തരം എ ഉച്ചത്തിൽ. യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന ശിഷ്യൻ ആരായിരുന്നു? ഓപ്ഷനുകൾ: എ അന്ത്രയോസ്, ബി യൂദാസ് സ്കരിയോത്ത, സി തോമസ്, ഡി മത്തായി. ശരിയായ ഉത്തരം ബി യൂദാസ് സ്കരിയോത്ത. ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചത് ആരെല്ലാമാണ്? ഓപ്ഷനുകൾ: എ പുരോഹിത പ്രമുഖന്മാർ, ബി നാട്ടുകാർ, സി ഫരിസേയർ, ഡി റോമാക്കാർ. ശരിയായ ഉത്തരം എ പുരോഹിത പ്രമുഖന്മാർ. താഴെ നൽകിയിരിക്കുന്ന വാക്യം ഏതു പുസ്തകത്തിലേതാണ്? സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഓപ്ഷനുകൾ: എ ഉൽപ്പത്തി 12:1, ബി യോഹന്നാൻ 12:15, സി ലൂക്ക 19:28, ഡി സങ്കീർത്തനങ്ങൾ 23:1. ശരിയായ ഉത്തരം ബി യോഹന്നാൻ 12:15. യേശുവിനെ സ്വീകരിക്കാൻ ജനം കയ്യിൽ കരുതിയിരുന്നത് എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ വിളക്കുകൾ, ബി വസ്ത്രങ്ങൾ, സി ഈന്തപ്പനയുടെ കൈകൾ, ഡി പൂക്കൾ. ശരിയായ ഉത്തരം സി ഈന്തപ്പനയുടെ കൈകൾ. യേശുവിനെ എതിരേൽക്കാൻ ജനം വിളിച്ചുപറഞ്ഞ വാക്ക് എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ ഹല്ലേലൂയ, ബി ഹോസന്ന, സി ആമേൻ, ഡി സ്തോത്രം. ശരിയായ ഉത്തരം ബി ഹോസന്ന. യേശു എന്തിന് പുറത്തു കയറിയാണ് ജെറൂസലേമിലേക്ക് എഴുന്നള്ളിയത്? ഓപ്ഷനുകൾ: എ ഒട്ടകം, ബി രഥം, സി കഴുതക്കുട്ടി, ഡി കുതിര. ശരിയായ ഉത്തരം സി കഴുതക്കുട്ടി. മറിയം സുഗന്ധതൈലം യേശുവിന്റെ എവിടെയാണ് പൂശിയത്? ഓപ്ഷനുകൾ: എ പാദങ്ങളിൽ,
ബി തലയിൽ, സി കൈകളിൽ, ഡി മുഖത്ത്. ശരിയായ ഉത്തരം എ പാദങ്ങളിൽ. ഗോതമ്പുമണി നിലത്തു വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും എന്നു പറഞ്ഞതാര്? ഓപ്ഷനുകൾ എ യേശു, ബി പീലിപ്പോസ്, സി ലാസർ, ഡി കയ്യാപ്പാസ്. ശരിയായ ഉത്തരം എ യേശു. പെസഹായ്ക്ക് എത്ര ദിവസം മുൻപാണ് യേശു ബെഥാനിയായിൽ വന്നത്? ഓപ്ഷനുകൾ എ 4 ദിവസം, ബി 3 ദിവസം, സി 7 ദിവസം, ഡി 6 ദിവസം. ശരിയായ ഉത്തരം ഡി 6 ദിവസം. യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നവരിൽ ഉയർപ്പിക്കപ്പെട്ട ഏതു വ്യക്തിയാണുണ്ടായിരുന്നത്? ഓപ്ഷനുകൾ എ പത്രോസ്, ബി യോഹന്നാൻ, സി ലാസർ, ഡി യൂദാസ്. ശരിയായ ഉത്തരം സി ലാസർ. പണസഞ്ചി ആരുടെ കൈവശമായിരുന്നു? ഓപ്ഷനുകൾ എ പത്രോസ്, ബി പീലിപ്പോസ്, സി മത്തായി, ഡി യൂദാസ് സ്കര്യോത്ത. ശരിയായ ഉത്തരം ഡി യൂദാസ് സ്കര്യോത്ത. യേശു വന്നപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? ഓപ്ഷനുകൾ എ മർത്ത, ബി ശിഷ്യന്മാർ, സി മറിയം മഗ്ദലന, ഡി മറിയം. ശരിയായ ഉത്തരം ഡി മറിയം. യേശു പറഞ്ഞതനുസരിച്ച് പകലിന് എത്ര മണിക്കൂറാണുള്ളത്? ഓപ്ഷനുകൾ എ 12, ബി 24, സി 6, ഡി 10. ശരിയായ ഉത്തരം എ 12. ലാസർ ഉറങ്ങുകയാണെന്നും അവനെ ഉണർത്താൻ പോകുന്നു എന്നും യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ എ യഹൂദരോട്, ബി ശിഷ്യന്മാരോട്, സി ജനക്കൂട്ടത്തോട്, ഡി സഹോദരിമാരോട്. ശരിയായ ഉത്തരം ബി ശിഷ്യന്മാരോട്. കല്ലെടുത്തു മാറ്റാൻ പറഞ്ഞ യേശുവിനോട് ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും എന്നു പറഞ്ഞതാര്? ഓപ്ഷനുകൾ എ ലാസർ, ബി മറിയം, സി മർത്ത, ഡി പത്രോസ്. ശരിയായ ഉത്തരം സി മർത്ത. വിശ്വസിച്ചാൽ നീ എന്ത് ദർശിക്കുമെന്നാണ് യേശു മർത്തായോട് ചോദിച്ചത്? ഓപ്ഷനുകൾ എ ദൈവമഹത്വം, ബി സ്വർഗം, സി സമാധാനം, ഡി അത്ഭുതം. ശരിയായ ഉത്തരം എ ദൈവമഹത്വം. ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.